ഇതൊന്നും ഞാൻ യൂട്യൂബ് ചാനലില്ല. പിന്നെ എന്തിനാ ഞാൻ അവിടെ നിൽക്കണം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് സൺഡേ ഓഫിൻ്റെ ലീവൊക്കെ എടുത്തിട്ട് ഒരു നീണ്ട യാത്ര പോവാം. വള്ളി പിടിക്കാൻ പോവാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ കാരാപ്പുഴ ഡാമിലേക്ക് പോവാണ്. കുറേ കാലമായി പുറത്ത് പോകണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അങ്ങനെ ഞങ്ങളുടെ അവസരമൊക്കെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ബസ്സിൻ്റെ പടക്കി പോയി. അങ്ങനെ ആ സ്റ്റാൻഡിൽ അടുത്ത ബസ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് മൂഞ്ചി കുത്തിരിക്കുകയാണ്. ബസ് പോയി മൂഞ്ചിരിക്കുകയാണ്. ഇപ്പോൾ ബസ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾ രണ്ടാളും മുഖത്ത് ആ കണ്ടത്. കുറേ നേരം ഒന്നുമില്ല, കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾക്ക് ബസ് കിട്ടി. ഇനി ഞങ്ങൾ കൽപ്പറ്റയെ പോയി അവിടുന്ന് കറങ്ങി തിരിച്ചിട്ട് വേണം പോകാൻ. ആദ്യം പോകാൻ ഉദ്ദേശിച്ച ബസ് മേപ്പാടിയിൽ നിന്ന് കറക്റ്റ് ആ ഡാമിൻ്റെ അവിടേക്കുള്ളതായിരുന്നു കേട്ടോ. അത് ഒരു 2 മിനിറ്റിനാണ് പോയത്. പിന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ ഇരുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി ഇങ്ങനെ പോവാണ്. 1-2 മാറി തല്ലിവിടാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹോബിയാണ്. ഞങ്ങൾ അവളെ എന്നെ വെക്കും, ഞാൻ അങ്ങോട്ട് വെക്കും. അങ്ങനെ ഫുൾ ഊക്കിയാണ് ഞങ്ങളുടെ ഈ സുഹൃത്ത് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അങ്ങനെ അത് അടുത്ത ലൊക്കേഷനിലെത്തി. ഇനി ഇവിടുന്ന് നെക്സ്റ്റ് ബസ്സിൽ നമ്മൾ ഡാമിൻ്റെ അടുക്ക് പോകണം. അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഡാമിൻ്റെ അടുക്ക് പോവാണ്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ കാരാപ്പുഴ ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ബസ്സുകൾ കയറി കുറേ കുന്നും മലയൊക്കെ താണ്ടിയിട്ടാണ് ഗായ്സ് ഞങ്ങളവിടെ എത്തിയത്. വാവ്, സൂപ്പർ. തിരക്കൊന്നുമില്ല. എന്നിട്ട് വന്ന സ്ഥലം അത്രത്. പക്ഷെ അന്ന് വന്നപ്പോൾ കയറാൻ പറ്റിയില്ല. കയറാൻ പറ്റി, അതല്ല ഉദ്ദേശിച്ച്. നല്ല തിരക്കി നിൽക്കാം ആ ടൈമിലൊക്കെ വന്നു. വെയിലാണ് ഗായ്സ്, പക്ഷെ ഞങ്ങൾക്ക് വിശന്നിട്ട് കണ്ണാണില്ല. സോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കയറാം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ നല്ല വിശപ്പ്. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എത്തിയിട്ടുണ്ട്. കേൾക്കാം. നല്ല രസം, നല്ല കാറ്റുണ്ട്, വെയിലുണ്ട്, ബട്ട് ചൂട് കുറവാണ്. നമുക്ക് വെയിൽ കൊള്ളുക അതൊന്നും വലിയതല്ല, അതുകൊണ്ട് സോ ഇറ്റ്സ് ഓക്കെ. നമുക്കിപ്പോൾ ഏത് റേറ്റിലാണ് കയറാം? നമുക്ക് അതിൽ കയറാം. ഏല് ഇവൾ പറയുന്ന റൈഡ് ഏതാന്ന് കാണിച്ചായിരുന്നു. സംഭവം ഞാൻ കാണുന്ന പോലെ ഭയങ്കര പേടിയില്ല. അതെ, എനിക്കാണ് പേടിക്കാത്തത്. പിന്നെ രണ്ടാൾക്ക് ആദ്യ സീറ്റ് നോക്കാം. അങ്ങനെ രണ്ടാളും തെറിച്ചിട്ട് ലാസ്റ്റ് ഇതിൽ കയറാന്ന് പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അതാ ടിക്കറ്റൊക്കെ വാങ്ങി ഇനിയിപ്പോൾ അതിൽ കയറാൻ പോവാണ്. അതെ, കാലയിമ തട്ടണ പോലെ ഒരു ഫീലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ശരിക്കും സെൻട്രിഫ്യൂജിലിട്ട് കറക്കണമായിരിക്കണേ. ശരിക്കും അതിൽ കയറിയപ്പോൾ ഞങ്ങൾ തിന്ന ബിരിയാണി, ചിക്കനും ബിരിയാണിയും വേറെ വേറെ ആയോ എന്നൊരു ഡൗട്ടുണ്ട്. ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഊക്കൊക്കെ കിട്ടിയപ്പോൾ അത് ഐസ്ക്രീം തിന്നിങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇവൾക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോസിട്ട് കളിക്കുകയാണ് അവിടെ. നിങ്ങൾക്കും ഇങ്ങനത്തെ ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തു അടിയിൽ. നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ് വന്നത്, അതുകൊണ്ടാണ് തോന്നുന്നു തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല റിലാക്സ് ആയിട്ട് മെല്ലെ എല്ലാ സ്ഥലവും കാണാൻ പറ്റിയിട്ടോ. അതുകൊണ്ട് നല്ല രസമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഈവനിങ് ഒക്കെ റിലാക്സ് ചെയ്യാൻ വരാൻ പറ്റിയ സ്ഥലമാണ്. ഇതിപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടോ. അതുകൊണ്ട് തന്നെ വലിയ കാര്യത്തിലുള്ള വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഇങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ നല്ല വെള്ളം ദാഹമായിരുന്നു. ഞങ്ങൾ വെള്ളം കുടിച്ച് നടക്കുകയായിരുന്നു. ഇതതിൻ്റെ ഇടയിലായിട്ടൊരു വീട് പോലെ ഇങ്ങനെ, ഇതിനെന്താ പറയാന്ന് എനിക്ക് അറിയില്ല,
ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ കേട്ടോ. തൊട്ടടുത്ത് റോഡും പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഗാർഡനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇതിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു മുളയും കൊണ്ട് ഉണ്ടാക്കിയ ഒരു തരം ചാര് കസാര പോലത്തെ ഒരു ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളോട് ഞാൻ പറയുന്നുണ്ട് ഇരിക്കുന്നു, പക്ഷെ അത് പൊട്ടുമോ എന്നുള്ള പേടിയുണ്ട്. ഞാൻ രണ്ടാളും ഇങ്ങനെ അതിൻ്റെ നാല് പുറങ്ങെ ചുറ്റി കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ലാസ്റ്റ് അവൾ ഇരുന്നിട്ടതിൽ അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ചു ചേണി ഇങ്ങനെ അവസാനിക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വാഷ്റൂം കണ്ടത്. ഓ സെറ്റ്, എന്തൊരു ക്ലീനാച്ചിട്ട ചാർജിങ് സ്പോട്ടും മറ്റേ ബേബീസിന് ഡയപ്പർ മാറ്റാനുള്ള സ്പേസും അതുപോലെ ഇതിൻ്റെ പുറത്ത് കുടിവെള്ളത്തിനായിട്ടുള്ളതും അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ.